ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളായി നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്ന് എനിക്കറിയാം. മറ്റൊന്നുമല്ല വരാതിരിക്കാനുള്ള കാരണം, ഇവിടെ അകർത്തല വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാനില്ല. ഡെയിലി ക്ലാസ്സുകൾ എന്നല്ലാണ്ട് മറ്റൊന്നും നടക്കാനില്ല എന്നുള്ളത് കൊണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉള്ളതായിട്ടല്ലേ വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ കരുതി 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ആൻസർ ഡിസ്കഷനും നടത്താമെന്ന്. ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോലുമില്ല. എന്തായാലും അതൊന്ന് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൂപ്പേഴ്സിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ദിസ് ഇസ് അമൽ ഹിയർ. എല്ലാവർക്കും ഒരു ബ്ലൂപ്പേഴ്സ് വീഡിയോയിലേക്ക്, ബിഹൈൻഡ് ദ സീൻസ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിനി നേരെ റൂമിലേക്ക് പോകാം. റൂം വെച്ചിട്ടാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാനിപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ലാപ്പിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ആക്സസ് ചെയ്ത് നോക്കാം. ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് A+ ബ്ലോഗാണ്. A+ ബ്ലോഗിൽ സാധാരണയായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്ററുകളുടെയും നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ഇത് ലെനോവോന്റെ IdeaPad 300 ആണ് എന്ന് തോന്നുന്നു. ഇനി നേരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് എൻ്റെ ബ്രൗസർ എടുക്കാം. ബ്രൗസർ ഞാൻ യൂസ് ചെയ്യാറുള്ള സാധാരണയായിട്ട് Opera GX ബ്രൗസറാണ്. അപ്പോൾ GX ബ്രൗസറിൽ നമുക്ക് ആക്സസ് ചെയ്ത് നോക്കാം. ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇതാണ് A+ ബ്ലോഗ്. A+ ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിൽ കയറിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് മാത്രമല്ല, ഈ പഠിപ്പിക്കുന്നവർക്കായാലും അധ്യാപകർക്കും എല്ലാം ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതൊരു ഓപ്പൺ വെബ്സൈറ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇത് ഫ്രീ ആണ്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. താഴെ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കിട്ടും. GK ക്വിസ് നമുക്ക് ഒന്ന് തിരഞ്ഞു നോക്കാം. ഇത് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയി. ഞാനിപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ, മലയാളം മീഡിയത്തിന്റെ 10ാം ക്ലാസ്, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിന്റെ 2 മീഡിയത്തിന്റെ. നമുക്കിനി പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്പാണ്. പവർ പോയിന്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ആണ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ എഴുതാനുള്ളതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ന്യൂ സ്ലൈഡ് കൊടുത്തിട്ട് എന്നിട്ട് ബ്ലാങ്ക് കൊടുക്കുന്നു. എന്നിട്ട് ആദ്യത്തെ സ്ലൈഡ് ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. എൻ്റെ കീബോർഡിൽ ഡിലീറ്റ് വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ തുടങ്ങാം. 10ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തു. ഇനി ഓരോ ക്വസ്റ്റ്യൻസിനെയും ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് ഡ്രാഗ് ചെയ്യുക, കോപ്പി കൊടുക്കുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇനി ഇതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഞാൻ ചെയ്യട്ടെ. അങ്ങനെ ഞാനിത് 10ാം ക്ലാസ്സിന്റെ 9ാം ക്ലാസ്സിന്റെ പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രസന്റേഷനെ തന്നെ ഞാൻ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആണ് 10ാം ക്ലാസ്സിന്റെ ഉണ്ടാക്കിയിട്ടുള്ളത്. 10ാം ക്ലാസ്സിന്റെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു പച്ച തീമാണ്. ഇത് ഏകദേശം നമുക്ക് 18 ചോദ്യങ്ങളാണുള്ളത്. അതിൽ AB ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും ഒരു ഇംഗ്ലീഷ് മീഡിയം, ഒരു മലയാളം മീഡിയം, ഒരൊറ്റ ക്വസ്റ്റ്യനെ തന്നെയാണ് ഒരു പേജിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വൃത്തിയിൽ 18 ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 9ാം ക്ലാസ്സിന് കാണിച്ചു തരാം. 9ാം ക്ലാസ്സിന് ഞാൻ കൊടുത്തിട്ടുള്ള തീം എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. ഇത് കുറച്ച് സമയം എടുത്തു, ഒരു അരമണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് ഇതിന്റെ ആൻസർ കീ ഉണ്ടാക്കണം. പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ആൻസർ കീ ഉണ്ടാക്കണം. അതിന് ഞാനിതാ കുറച്ച് പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറുകൾ ഏത് പേപ്പറുകളാണെന്ന് അറിയാം. ഇവിടെ നിന്ന് താഴെ നിന്ന് കിട്ടിയ കുറച്ച് പഴയ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത പേപ്പറാണ്. അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് പക്കയായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകളാണ് എല്ലാം, ആൻസറുകൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം മൈൻഡിൽ പ്ലാൻ ചെയ്യണം. ഇതിന് ടീച്ചിങ് പ്ലാനിങ് എന്ന് പറയാം. ഈ പ്ലാൻ ചെയ്യാതെ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് സമയം എടുക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്ലാൻ ചെയ്തിട്ട് മാത്രമേ എന്തും ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് കിടക്കാം. അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് നമ്മൾ ആൻസർ കീ ഒക്കെ സെറ്റ് ചെയ്തത് 10ാം ക്ലാസ്സിന്റെ ആൻസർ കീ റെഡി, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിന്റെ ആൻസർ കീ റെഡി. ഇനി ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനത്തിനാണ് സൈഡിലേക്ക്, അത് ഇനി നമുക്ക് ആവശ്യമില്ല. ഇന്ന് ഇപ്പൊ പവർ പോയിന്റിലാണല്ലോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്ക്രീന് ടച്ച് സ്ക്രീൻ അല്ല എന്നുള്ളത് കൊണ്ട് റൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമല്ലോ.
അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് XP പെന്നിന്റെ ഒരു V3 എന്ന് പറയുന്ന മോഡൽ ആണെന്ന് തോന്നുന്നു. ആ Star 03 എന്ന് പറയുന്ന മോഡലായിട്ടുള്ള ഡിജിറ്റൽ പാഡ് ആണ്. ഇത് കൊറോണ ടൈമിൽ നമ്മൾ വാങ്ങിച്ചതായിരുന്നു. ഇത് ഓർഡർ ചെയ്ത് ഏകദേശം 3-3.5 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓർഡർ ചെയ്ത കാര്യം പോലും മറന്നുപോയിരുന്നു. ആ സമയത്താണ് ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്റെ ടൂൾ കിറ്റ് ആണ്. ഇത് മുമ്പ് എനിക്ക് തോന്നുന്നത് ആ കൊറോണ ടൈമിൽ തന്നെ അനു എന്റെ കസിന് എനിക്ക് അടിച്ചു തന്നായിരുന്നു. അവള് ജീൻസ് പാന്റ് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നത്. അന്ന് അവള് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും എന്താണ്. ഇതാണ് ഇതിന്റെ പെന്ന് വരുന്നത്. പിന്നെ അതിന്റെ കേബിൾ, ഒറിജിനൽ കേബിൾ കംപ്ലൈന്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാനൊരു ആഫ്റ്റർ മാർക്കറ്റ് കേബിൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് 90 രൂപക്ക് എന്തോ വാങ്ങിച്ച കേബിളാണ്. ഇനി ഇത് നേരെ കണക്ട് ചെയ്യാം. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് സാധനം. പിന്നെ ഇതിന്റെ കൂടെ ഇപ്പൊ എന്താ ഉള്ളത്, XP പെന്നിന്റെ തന്നെ പെൻ ഹോൾഡർ ഉണ്ട്. ഇത് പെൻ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പെൻ ഇപ്പൊ അതിൽ വെക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് പ്ലഗ് ചെയ്താൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഹാൻഡ് വെച്ചിട്ട് തൊട്ട് കഴിഞ്ഞാലൊന്നും വർക്ക് ആവില്ല. മെയിൻലി പെൻ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മൈക്കാണ്. നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്, വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്കാണ്. ഇത് ബോയന്റെ M1 എന്ന് പറയുന്ന മോഡൽ മൈക്കാണ്. ലേണേഴ്സ് സയൻസ് അക്കാഡമിയുടെ കൊണ്ടോട്ടിയിലെ സ്ഥാപനത്തിലേക്ക് വാങ്ങിയതായിരുന്നു. ഇപ്പൊ സ്ഥാപനം ഇല്ല, അവിടെ നിന്ന് അവർ ഒഴിവാക്കി പോയ സമയത്ത് ഞാൻ എടുത്തതാണ് ഈ മൈക്ക്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും റെക്കോർഡിങ്. പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് OBS സ്റ്റുഡിയോ ആണ്. ഞാൻ OBS സ്റ്റുഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ സെറ്റപ്പ് നമുക്ക് നേരെ ഡിസ്പ്ലേയിൽ OBS സ്റ്റുഡിയോ സെർച്ച് ചെയ്യാം. OBS സ്റ്റുഡിയോ. ഇതിൽ മുമ്പ് തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മുമ്പ് ഞാൻ ഈ ചാനലിൽ കുറെ ക്ലാസ് എടുക്കുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് പിന്നെ നിർത്തിയത്. ചാർജിങ് എന്തായാലും കണക്ട് ചെയ്യണം, ഇല്ല എങ്കിൽ കമ്പ്യൂട്ടർ ഹാങ് ആവും. OBS സ്റ്റുഡിയോ നന്നായിട്ട് ഗ്രാഫിക്സ് വലിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനി ഇപ്പൊ വരും നെറ്റ്, ജിയോ നെറ്റ് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അതല്ല പോട്ടെ. ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഏതാണ്ട് എന്നെ കാണാൻ ഇവിടെ ഈ സൈഡിലായിട്ട് സർക്കിളിലാണ് ഞാൻ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സ്ക്രീനിന്റെ മിററിങ്, മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഇവിടെ റെഡ് ഒക്കെ ആവുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാരണം ഇവിടെ ഫാൻ ഓൺ ആണെന്നുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫാൻ ഓഫ് ചെയ്യേണ്ടി വരും, കാരണം നോയ്സ് വരാതിരിക്കണമല്ലോ. ഇനി നമുക്ക് നേരെ ക്ലാസ് എടുക്കാൻ തുടങ്ങാം. ഒരു ക്ലാസിന്റെ വീഡിയോ ഒക്കെ ആകുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണമല്ലോ. അപ്പോൾ ടീഷർട്ട് മാറ്റിയിട്ട് ഷർട്ട് ഇട്ടിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച ഷർട്ടാണ്. ഇനി മൈക്ക് പ്ലഗ് ചെയ്യാം. മൈക്ക് അത് ഈ വലിയൊരു കെട്ടിന് ഞാൻ എടുത്ത് പോക്കറ്റിലിടും. എന്നിട്ട് ഷർട്ടിന്റെ അടിയിലൂടെയാണ് മൈക്ക് പ്ലഗ് ചെയ്യാറുള്ളത്. മൈക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എന്നിട്ട് കോളറിലാണ് ടച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ എന്റെ സൈഡിലുള്ള ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. റൂമിൽ 2 ഫാൻ ഉണ്ട്. മറ്റു സൈഡിലുള്ള ഫാൻ അവിടെ ഓൺ ആണ്. അതിൽ നിന്ന് ചെറിയ കാറ്റ് കിട്ടും. ഇവിടെ നിന്ന് എന്തായാലും കാറ്റില്ല. ഇനി നേരെ വീണ്ടും OBS ഓപ്പൺ ചെയ്യാണ്. ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിരുന്നു. ഇനി ക്ലാസ് എടുത്ത് തുടങ്ങാം. ഒരുപാട് ബ്ലെൻഡേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് BTS എന്ന് ഞാൻ വിളിച്ചത്. ക്യാമറ കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് നോക്കി ഇനി സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കാം. നിങ്ങൾ ഡിസ്പ്ലേയിൽ ഒന്നും കാണുന്നുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഈ ബ്ലൂപ്പേഴ്സിന്റെ വീഡിയോ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസിന്റെ വീഡിയോ വരുന്നത്. സ്റ്റാർട്ട് റെക്കോർഡിങ്. അയ്യോ, ഓക്കെ. ഇനി ഇൻട്രോ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ നാളെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടായിരുന്നു, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നാവ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നാവിനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു എക്സസൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കട്ടെ. ഉറപ്പൊന്നുമില്ല. ഇനി നമുക്ക് നേരെ ഇൻട്രോ കൊടുക്കാം. അങ്ങനെ ഫൈനലി ഇത് ഫസ്റ്റത്തെ വീഡിയോ 10ാം ക്ലാസ്സിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എഡിറ്റിംഗിലേക്ക് കിടക്കാം. ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അഡോബിന്റെ തന്നെ പ്രീമിയർ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒറിജിനൽ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ക്രാക്ഡ് ആണ്, സേഫ് അല്ല എന്നറിയാം. തൽക്കാലം ഈ സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കാം. മൈക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഈ ഹെഡ്സെറ്റ് വെക്കാം, കാരണം അഡോബ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് നിർബന്ധമാണ്. നമുക്ക് നേരെ സ്ക്രീനിലേക്ക് എഡിറ്റിംഗിലേക്ക് കിടക്കാം. ഇനി
ഇവിടുത്തെ ഫയൽ ഇമ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ ഒരുപാട് പീസുകളായിട്ടാണ് കട്ടായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് മൂഡ് പോകും, കുറച്ച് പാട്ടുകളൊക്കെ പാടും, കുറച്ച് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട് മൊത്തമായിട്ട്. ഇനി നമുക്ക് നേരെ 9ാം ക്ലാസ്സിന്റെ ഷൂട്ടിംഗ് തുടങ്ങാം. അത് ക്ലോസ് ചെയ്തു. ഇനി 9ാം ക്ലാസ്സിന്റെ PPT തുറക്കാം. എന്നിട്ട് 9ാം ക്ലാസ്സിന്റെ ഷൂട്ട് തുറക്കാം. അതിന് നമുക്ക് അടുത്ത ഷർട്ട് ഇടാം. കാരണം ഇപ്പോൾ ഇട്ടത് വേറെ ഇടാം. ഒരു വീഡിയോയിലിടുന്ന ഷർട്ട് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നത് മോശമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഷർട്ട് മാറി. പിന്നെ ഇപ്പം നേരത്തെ അയച്ചു വെച്ചതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യണം. ആദ്യം മൈക്ക് ഫിറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കിയെല്ലാം ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കാം എന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ തന്നെ കുറേ നേരത്തെ ചെയ്തു. ഇനി 9ാം ക്ലാസ്സിൻ്റെ എത്ര സമയം എടുക്കാവും? അപ്പൊ ഏകദേശം സൂര്യൻ ഇവിടെ എത്തി. അത് എവിടെയോ ആയിരുന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്. അപ്പം സൂര്യൻ്റെ ഏകദേശം അസ്തമിക്കാനുള്ള സമയമായി. ഇപ്പം കറക്റ്റ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 4:45. ഇവിടെ ഒരു 5:30-6 മണിയാകുമ്പോൾ തന്നെ മൊത്തമായിട്ട് ഇരുട്ടായി മാറാറുണ്ട്. ഇപ്പം വെളിച്ചം ഊണിന് മുമ്പ് വേറൊരു പരിപാടി കൂടെ ഉണ്ട് അതിനിടക്ക്. അപ്പോൾ ഇത് ഇടക്കൊന്ന് നിർത്തിയിട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു റീസ്റ്റാർട്ട്. ഹലോ എവരിവൺ. എങ്ങനെ ഇൻട്രോ കൊടുക്കാന്ന് വീണ്ടും കൺഫ്യൂഷൻ. വേറെ വലിയ പ്രശ്നമാണിത്. എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ നമ്മൾ 18 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഫൈനലി അങ്ങനെ 18 ചോദ്യങ്ങൾ 9ാം ക്ലാസ്സിന്റെ കൂടെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ ഇനി ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്തൊന്നും കാണിക്കാൻ നിൽക്കില്ല. എഡിറ്റ് ചെയ്ത് ഫൈനലി ഞാൻ കാണിച്ചു തരാം. 9ാം ക്ലാസ്സിന്റെ വീഡിയോയും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ എക്സ്പോർട്ട് ചെയ്യാം. ഒരുപാട് കട്ട് പീസസ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും കണ്ട് എത്രത്തോളം സമയം നമ്മൾ വീഡിയോ എടുക്കാൻ ആവശ്യമുണ്ടോ അത്രത്തോളം സമയം തന്നെ, അതിനേക്കാൾ കൂടുതൽ സമയം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി ഇതിന് നേരെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+M അടിക്കുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും. ഇനി ഇതിന്റെ ഫയൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാം, എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുന്നു. നേരെ എക്സ്പോർട്ട് ആയി തുടങ്ങി. ഇനി ഇതിന് കുറച്ച് സമയം എടുക്കും, മിക്കവാറും 40-49 മിനിറ്റ്. സാധാരണ അത്ര ഒന്നും എടുക്കില്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആയിത്തീരുക. സമയം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നായി തീർന്നിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ 2 വീഡിയോസും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഓരോ വീഡിയോയുടെ സൈസ് വരുന്നത് 2 GB മുകളിലാണ്. 9ാം ക്ലാസ്സിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 1.62, 10ാം ക്ലാസ്സിന്റെ വീഡിയോ ആണെങ്കിൽ 2.2 GB വരുന്നുണ്ട്. അപ്പൊ ഇതിനെ ഇനി നേരെ നമുക്ക് കംപ്രസ് ചെയ്യണം. കാരണം ഇത്രയും വലിയ ഫയൽ അപ്ലോഡ് ചെയ്യാൻ മാത്രമുള്ള നെറ്റ് എനിക്കില്ല. ഇവിടെ ക്യാമ്പസിൽ വൈഫൈ ഉണ്ട്, ജിയോ നെറ്റ്. അത് പെർ പേഴ്സൺ 2 GB ആണ്. എന്റെ കയ്യിൽ അങ്ങനത്തെ 3 അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 GB നെറ്റ് എനിക്കുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റയുണ്ട്. എന്തായാലും വെറുതെ കുറെ ഡാറ്റ വേസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതുകൊണ്ടും നമുക്ക് അത്രയും വലിയ ഫയലിന്റെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത് ക്ലൗഡിൽ പോയി സ്റ്റോർ ചെയ്ത് കിടക്കല്ലേ. ആരുടെ കാശായാലും ഇത് ആരുടെയാണ്, എന്തായാലും ലോകത്തിന്റെ സമ്പത്താണ്. ഇതിപ്പോ ഇതിനൊന്ന് കംപ്രസ് ചെയ്തെടുക്കണം. കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് ഹാൻഡ് ബ്രേക്ക് എന്നാണ്. ഇതിലേക്ക് നേരെ ഫയലിന് ഇമ്പോർട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചുതരാം. ഓരോ ഫയൽ നമുക്ക് വേണ്ട ഫയലിന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നേരെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവന്ന് വെക്കുക. ഇനി ഇതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ. എന്നിട്ട് ഓപ്പൺ ആയി വന്നതിന് ശേഷം നമുക്ക് വേണ്ട രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പം ഒരു പ്രീസെറ്റ് ഉണ്ട്, ഞാനത് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ മുമ്പോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ FPS ഞാൻ എപ്പോഴും അത് 60ലേക്ക് മാറ്റലുണ്ട്, എന്നാലേ ഒരു സ്മൂത്ത് ടൈപ്പ് വീഡിയോ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പിടുത്തം വരും എപ്പോഴും. ഇനി നേരെ സ്റ്റാർട്ട് എൻകോഡിങ് കൊടുത്താൽ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങും. ഇത് ഇനി ഒരു അരമണിക്കൂർ എടുക്കും. ഇനി ഇതൊന്ന് എക്സ്പോർട്ട് ആയി വരട്ടെ. അങ്ങനെ നമ്മുടെ വീഡിയോസ് രണ്ടും ഇത് എക്സ്പോർട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 9ാം ക്ലാസ്സിന്റെ വീഡിയോ ഇപ്പോൾ വരുന്നത് 162 MB-യും 10ാം ക്ലാസ്സിൻ്റെത് 153 MB-യും മാത്രമേ വരുന്നുള്ളൂ. അതാണ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറയുന്നത്. സൈസ് ചെറുതായി കിട്ടും, വലിയ ക്വാളിറ്റി ഡ്രോപ്പ് ഉണ്ടാവുകയില്ല. ഇപ്പൊ 1080p വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് 720p ആവും, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിനെ നേരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യണം. തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇതാണ് ക്യാൻവ യൂസ് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ തംബ്നെയിൽ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് നാട്ടിലുള്ള സമയത്ത് ഞാൻ എൻ്റെ കസിനും കൂടെ എടുത്ത ഫോട്ടോ ആണ്. ഇത് ഞാൻ എൻ്റെ കസിനാണ്. ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കളറിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ PDF 10ാം ക്ലാസ്സിന് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ തീം ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഗ്രീൻ തംബ്നെയിലും, 9ാം ക്ലാസ്സിന് ഓറഞ്ച് ആണ് എന്നുള്ളതുകൊണ്ട് ഓറഞ്ച് തംബ്നെയിലുമാണ്. നമ്മൾ സെയിം ഡീൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ്സിൻ്റെ ഞാൻ കാണിച്ചു തരാം. 10ാം ക്ലാസ്സിൻ്റെ ഇവിടെ ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ കണ്ടല്ലോ. ഇതാണ് 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ. ഇനി ഇത് 9ാം ക്ലാസ്സിൻ്റെ. വലിയ മാറ്റമൊന്നുമില്ല, കളറിൽ വ്യത്യാസം അതുപോലെ തന്നെ ക്ലാസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഇനി ഈ 2 വീഡിയോസിനെ നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിടാം. ഇത് നമുക്ക് 2 ദിവസത്തെ ഗ്യാപ്പിലായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എന്നിട്ടായിരിക്കും, അതായത് 10ാം ക്ലാസ്സിന്റെ റിലീസ് ചെയ്യും ഫസ്റ്റ്, എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും 9ാം ക്ലാസ്സിന്റെ റിലീസ് ആവുക. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഓക്കെ. ഫൈനലി നമ്മൾ നമ്മുടെ 9ാം ക്ലാസ്സിന്റെയും 10ാം ക്ലാസ്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെയും വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ വീഡിയോസ് എന്തായാലും കണ്ടിരിക്കും എന്ന് എനിക്കറിയാം. ആ വീഡിയോസിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ നിന്ന് രേഖപ്പെടുത്തി അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓണം എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുകൂടെ അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് നാളായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടുള്ള ചെറിയ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊറുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.